ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. നിങ്ങൾ 2 ദിവസത്തെ സ്കിൻ കെയർ ചലഞ്ചൊക്കെ കണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എൻ്റെ കൂടെ ചെയ്യുക, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന സമയത്തും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ സ്കിന്നിൽ നന്നായിട്ടുണ്ട്, ഇതാ ഇവിടെയുണ്ട് ഡാർക്ക് സ്പോട്ട് ഇഷ്ടംപോലെ ഉണ്ട്. പിമ്പിൾസ് വന്നിട്ട് കുറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സ്പോട്ട്സ് വന്നു കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും മാറാനായിട്ട്. അപ്പോൾ അത് മാറ്റാൻ പറ്റിയ ഒരു നല്ലൊരു റെമഡിയും പിന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ലൈറ്റൻ ആക്കാനായിട്ട് ഒരു കുറച്ച് ഗ്ലോ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയ റെമഡി ആണ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ വന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മോയ്സ്ചറൈസർ പോലെ നമ്മളൊരു ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പുറമേ തന്നെ വാഷൊന്നും ചെയ്യാതിട്ട് നമ്മൾ അതിൻ്റെ പുറമേ തന്നെ ഒരു പാക്ക് രൂപത്തിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ മോയ്സ്ചറൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ? നമുക്കൊന്ന് ഫേസിലൊന്ന് ഒരു മോയ്സ്ചറൈസർ ക്രീം പോലെ ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ടാണ് ഞാൻ ആ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിനകത്ത് പൾപ്പ് ഞാൻ ഫേസ് പാക്കിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഒരെണ്ണം മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇതിനകത്തേക്ക് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഫേസിലൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ടുള്ളതാണ്. ഓക്കെ, ഞാൻ നമ്മുടെ ടൊമാറ്റോയിൽ ആ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇത് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിൽ ഇത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല നീരുള്ള ടൊമാറ്റോ ആണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ട് കിട്ടും. ഇതിപ്പോൾ നീര് കുറവാണ്, എനിക്ക് അങ്ങനെ അത്രയും നന്നായിട്ട് പഴുത്ത ടൊമാറ്റോ കിട്ടിയില്ലായിരുന്നു വാങ്ങാൻ പോയിട്ട്. ഇത് വളരെ എഫക്റ്റീവാണ് കേട്ടോ, നമ്മുടെ ഈ ഡാർക്ക് സ്പോട്ട് മാറാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് അലർജിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടമില്ല എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ തേൻ ആഡ് ചെയ്യാം കേട്ടോ. തേൻ യൂസ് ചെയ്തിട്ട് ചെയ്താലും വളരെ എഫക്റ്റീവാണ് കേട്ടോ. അപ്പം ഞാൻ തേൻ ചെയ്തില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇരുന്നുകൊണ്ടാണ് ഞാനിതെടുത്തത്. നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ചെയ്ത് കൊടുക്കാം. ആ ഡാർക്ക് സർക്കിൾസൊക്കെ അങ്ങ് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ കഴുത്തിലുണ്ടാകുന്ന ഈ മാലയൊക്കെ ഇട്ടിട്ട് വരുന്ന കറുപ്പുണ്ടല്ലോ, ആ കറുപ്പ് മാറാനായിട്ടൊക്കെ വളരെ നല്ലതായിട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ടൊമാറ്റോ നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യും കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെമഡിയാണിത് എനിക്ക് കേട്ടോ. ഞാൻ ടൊമാറ്റോ, പൊട്ടറ്റോ, ഓറഞ്ച് ഈ സാധനങ്ങളൊക്കെ നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യും. അപ്പം നിങ്ങളുടെ കയ്യിൽ സാധനങ്ങളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്കിന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വാഷ് ചെയ്യൊന്നും വേണ്ട. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടി എടുത്തേക്കുന്നത് കേട്ടോ. 1 സ്പൂൺ അരിപ്പൊടി എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഫേസിന് കഴുത്തിനൂടെ എന്തുമാത്രം വേണോ അത്രയും ആവശ്യമുള്ള അരിപ്പൊടി എടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് തക്കാളി എടുത്തേക്കുന്നത്. തക്കാളി അതിനകത്ത് ആ പൾപ്പ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതെനിക്ക് അത്ര നല്ല പഴുത്ത തക്കാളി കിട്ടിയില്ല. ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, നല്ലതൊന്നും കിട്ടുന്നില്ല സാധനങ്ങൾ. അപ്പം അത്യാവശ്യം എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യുവാണ്. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തക്കാളിക്ക് നല്ല നീരുള്ള തക്കാളി ആണെങ്കിൽ തക്കാളി നീര് കൂടുതൽ ഒഴിച്ചിട്ട് തൈര് 1 സ്പൂൺ ഒഴിച്ചാൽ മതി. ഇപ്പോൾ തക്കാളി നീര് കുറവായതുകൊണ്ടാണ് ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് 1 സ്പൂണ് തൈരും കൂടെ ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് സ്കിന്നിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അരിപ്പൊടി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റും ഒരു ഫെയർ ലുക്കൊക്കെ തരും. പിന്നെ നമ്മുടെ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു സ്കിൻ കെയർ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ.
എൻ്റെ പേര് വെണ്മ എന്നാണ്. ഞാനൊരു ബ്യൂട്ടി പേരൻറ്റിങ് വ്ളോഗൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വ്ളോഗ് നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ സിറ്റുവേഷൻ കാരണം ഇപ്പോൾ സ്കിൻ കെയർ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 3ാമത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് ഇതിന് മുമ്പത്തെ 1ഉം 2ഉം വീഡിയോ ഒക്കെ എൻ്റെ ചാനലിൽ കയറിയിട്ട് വീഡിയോസിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതല്ല എങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ചാനലിൽ കയറിയിട്ട് തന്നെ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതെടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് സ്കിൻ കെയർ ചലഞ്ച് എന്നുള്ള പേരിൽ കിടപ്പുണ്ടായിരിക്കും. 2 വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ നമ്മുടെ FB പേജും ഇൻസ്റ്റാഗ്രാം പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ അല്ലെങ്കിൽ മെയിൽ അയച്ചോ ചോദിക്കാം. മെയിൽ ID, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക്, ഫേസ്ബുക്ക് ലിങ്ക് എല്ലാം ഞാനിവിടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് മിച്ചം വന്നിട്ടുണ്ട്. ഇതിന് വേണമെങ്കിൽ 2 ദിവസം കൂടെ കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കില്ല, ആർക്ക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു 15-20 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് ഡേ ഉണ്ടാക്കിയ ഫേസ് വാഷ് പൗഡർ ഉണ്ടല്ലോ, അതിട്ടിട്ട് വേണം വാഷ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ടിട്ട് സ്ക്രബ് ചെയ്യുമ്പോഴത്തേനും ഒരു ഓയിൽനെസ് ഫീൽ ചെയ്യും. ഇനി വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ല തേനായിരുന്നു ചേർത്തിരുന്നെങ്കിൽ പ്രശ്നമില്ല കേട്ടോ. എങ്കിലും വാഷ് ചെയ്യുമ്പോഴത്തേനും പൗഡർ ഇട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അത് നോർമൽ നാച്ചുറൽ പൗഡർ അല്ലേ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ യൂസ്ഫുള്ളായി എൻ്റർടൈനിങ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പം കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബോറടിച്ച് വീട്ടിലിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഇനിയും കൂടുതൽ വീഡിയോസ് ഇടാം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് കമൻറ്റ് ബോക്സിൽ പറയാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് FBയിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാം കേട്ടോ. എല്ലാ IDസും ഞാനിവിടെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, എൻ്റർടൈനിങ് ആണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.